ഇന്റലിജൻസ് നമ്മുടെ ഓർണമെന്റ്സിന്റെ വീഡിയോ കുറച്ച് ദിവസം കൂടിയിട്ടാണ് ഓർണമെന്റ്സ് വീഡിയോ വരുന്നത്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം ആട്ടോ. അപ്പം കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടെന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ വന്നേക്കുന്ന കുറേ നല്ല ഡിസൈൻസ് ആട്ടോ. അപ്പം ഫസ്റ്റ് വരുന്നത് പേളിന്റെ ഒരുപാട് പേര് ചോദിച്ചൊരു ഐറ്റം ആയിരുന്നു. അപ്പൊ നമുക്ക് സാരിയുടെ കൂടെയൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിൽ പേളിന്റെ ഡിസൈൻസ് ഒത്തിരി പേര് എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിലൊക്കെ നല്ല ഡിസൈൻസ് ഒക്കെ നമ്മൾ കിട്ടുന്നതനുസരിച്ച് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ അടിപൊളി ഡിസൈൻ വന്നപ്പോൾ ഞാൻ ഫസ്റ്റ് അത് തന്നെ കാണിക്കാന്ന് വെച്ചു. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ വരുന്ന ഡിസൈൻ ഇതാട്ടോ. പേളിന്റെ ഡിസൈൻ തന്നെ നമ്മൾ ക്യാപ്പ് ഒക്കെ ഇട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ പേളിന് കുറച്ച് ഭംഗി കൂടുതൽ കിട്ടും. രണ്ട് സൈഡിലും മുത്തിന്റെ അപ്പുറം ഇപ്പുറം ക്യാപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിങ്ങനെ കെട്ടി കെട്ടി തന്നെ എടുത്തേക്കുന്ന മോഡലാണ്. അതുകൊണ്ട് അത്യാവശ്യം റേറ്റ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല ഈ ഒരു സ്റ്റോണിന്റെ പാറ്റേൺ ഇത് ശരിക്കും ആ ഒരു ഗോൾഡില് സെയിം തന്നെ രീതിയിലാണ് വരുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് വ്യത്യാസം നമുക്ക് കണ്ടുപിടിക്കാൻ പോലും പറ്റില്ല കേട്ടോ. ഇട്ട് കഴിഞ്ഞാൽ സ്വർണ്ണം അല്ലെന്ന് പറയില്ല, അത്ര നല്ല ഭംഗിയായിട്ട് ചെയ്തേക്കുന്ന ഒരു ഐറ്റം. പിന്നെ ഇതിൽ യൂസ് ചെയ്യുന്ന സ്റ്റോൺസ് ആണെങ്കിലും AD സ്റ്റോൺസ് ആണ്. അപ്പൊ അത്രയും ഗ്രാൻഡ് ലുക്കിൽ നിൽക്കുന്ന ഒരു ഐറ്റം കേട്ടോ. എന്തായാലും ധൈര്യമായിട്ട് എടുത്തോ. ഭയങ്കര ഭംഗിയാണ് ഇത് കാണാനായിട്ട്. ഇത് നിങ്ങൾക്ക് 6 പിടി എന്നുള്ള രീതിയിൽ അങ്ങനെ ഇടാം. കുറച്ച് കയറി നിൽക്കുന്ന രീതിയിൽ ഇങ്ങനെ വേണമെങ്കിലും ഇടാൻ പറ്റുന്ന ഒരു മോഡലാണ്. കാരണം സിമ്പിൾ ആണല്ലോ. ഒറ്റമുത്തിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്, ലെയർ ആയിട്ടല്ല, ഒറ്റമുത്തിൽ തന്നെയുള്ള ഒരു മോഡലാണ്. ശരിക്കും സാരിയുടെ കൂടെ ഈ ഒരു മോഡലൊക്കെ കുറച്ചുകൂടെ ഭംഗി. ഇതാണല്ലോ സിമ്പിൾ ഐറ്റം. വേണമെങ്കിൽ നമുക്ക് ചുരിദാറിന്റെ കൂടെ ആണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ശരിക്കും മെയിൻ ആയിട്ട് ഇതിന് തന്നെയാണ് റേറ്റ് കൂടുതൽ വരുന്നത്. ഈ ഒരു സ്റ്റോണിന്റെ ഡിസൈൻ ആണ് റേറ്റ് കൂടുതൽ വരുന്നത്. പിന്നെ പേളാണേലും സിമ്പിൾ ആയിട്ട് നമുക്ക് എല്ലാത്തിൻ്റെയും കൂടെ ചേരുന്ന ഒരു മോഡലാണ്. ഇതിന് കമ്മലുണ്ട്. കറക്റ്റായിട്ട് ആ ഒരു മാംഗോ ഡിസൈൻ്റെ തന്നെ പാറ്റേണിലുള്ള കമ്മലാണ് കൊടുത്തേക്കുന്നത്. ഈ രീതിയിൽ വരും കേട്ടോ. ഇതിന്റെ നമ്പർ കിട്ടുന്ന രീതിയിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് വയ്ക്കണം. അപ്പോൾ അതാകുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അവൈലബിലിറ്റി പെട്ടെന്ന് തന്നെ തിരിച്ച് റിപ്ലൈ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടിക്കോളൂ. ഓട്ടോമാറ്റിക് റിപ്ലൈ ആണ്. അപ്പോൾ ഇതിന്റെ നമ്പർ വരുന്നത് 692, റേറ്റ് 1190 ആണ്. 1190. രണ്ടാമത്തെ ഐറ്റം ഇതും കെട്ടി തന്നെ എടുക്കുന്ന ഐറ്റം ആണ്. ലെയർ ആയിട്ട് ഇടാൻ ഇഷ്ടമുള്ളവർക്ക് അടിപൊളി പാറ്റേൺ ആട്ടോ. 3 ലെയറിലാണ് ഡിസൈൻ വരുന്നത്. പിന്നെ ഇത് ലോക്കറ്റ് വരുന്നതാണെങ്കിലും AD സ്റ്റോൺ ആണ്, കംപ്ലീറ്റ് ആയിട്ട് AD സ്റ്റോൺ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടെ ലെങ്ത് ഉണ്ട്. മുമ്പേ കാണിച്ച ഒരു 6 പിടിയിലൊക്കെ ഇടാൻ പറ്റുന്ന മോഡലാണ്. ഇതൊരു 7-8 പിടി വരെ ഇടാൻ പറ്റും. നിങ്ങൾക്ക് ഇതിലും എക്സ്ട്രാ ലെങ്തി ആയിട്ട് ഇടണമെങ്കിൽ ഒരു ചെയിൻ വല്ലതും ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ചെയിൻ നിങ്ങൾക്ക് അടുത്തുള്ള കടകളിലൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതിന്റെ ഏകദേശം ഒരു ലെങ്ത് ഇത്രയാണ് വരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ സാരിയുടെ കൂടെ, കാഞ്ചീപുരം സാരിയുടെ കൂടെ ഭയങ്കര ലുക്കാണ് ഈ ഒരു ഐറ്റം. ഈ ഒരു പേളിന്റെ ഐറ്റം ആയതുകൊണ്ട് കാഞ്ചീപുരം തന്നെ വേണമെന്നില്ല, ഏത് സാരിയുടെ കൂടെ ആണെങ്കിലും നല്ല കേട്ടോ. അപ്പൊ അതിന്റെ ആ ഒരു മെയിൻ സ്റ്റോണിന്റെ ആ ഒരു ലോക്കറ്റും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇപ്പൊ ഇതിങ്ങനെ കെട്ടി തന്നെ എടുത്തേക്കുന്നത്. ഇൻ കേസ് ഇതിനി കുറച്ചാൾ കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് ഇത് മാറ്റി ഉപയോഗിക്കണമെങ്കിൽ ഈ ലോക്കറ്റ് തന്നെയായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പം ഇതിന്റെ ബാക്ക് സൈഡിൽ ഒരു ഹുക്ക് പോലെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള ചെയിൻ വെച്ചിട്ടാണെങ്കിലും ഇത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു പിന്നെയാണെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആയത്. ഫസ്റ്റ് അപ്പം നിങ്ങൾ ഇങ്ങനെ തന്നെ ഉപയോഗിച്ചിട്ട് പിന്നെ ലോക്കറ്റ് തന്നെ സെപ്പറേറ്റ് ചെയ്ത് എടുത്താൽ മതി. അപ്പൊ ഇതിന് കമ്മൽ കുറച്ച് വലുപ്പമുണ്ട്. നിങ്ങൾ ശരിക്കും ഇതിന്റെ മാല മാത്രം ഉദ്ദേശിച്ചാൽ മതി, കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു മാലയാണ്. അത് കണ്ടേ, 3 ലെയറിലായിട്ട് പേളിന്റെ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത്. കമ്മല് സെയിം തന്നെ ആ ഒരു സ്റ്റഡ് ആട്ടോ. നമ്മുടെ ലോക്കറ്റിന്റെ സെയിം ഡിസൈൻ തന്നെ സ്റ്റഡ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ ശക്കലം വലിപ്പം കൂടുതലുണ്ട്. അത് തന്നെ എല്ലാവരും ആ ഒരു അത്രയും വലിപ്പത്തിൽ ഇടണം എന്നില്ല. മാലയുടെ മെയിൻ ആയിട്ട് റേറ്റ് വരുന്നത് മാലയ്ക്ക് തന്നെയാണ്. അപ്പൊ അത് കണക്കൂട്ടി എടുത്താൽ മതി. ഇതിന്റെ ഫുൾ ലുക്കിൽ വരുമ്പോൾ ഇങ്ങനെ വരും. ശരിക്കും ഇടുമ്പോഴാണ് അതിന്റെ ശരിക്കും ഭംഗി മനസ്സിലാവുള്ളൂ. ഇതിൽ തന്നെ കളേഴ്സ് ഉണ്ട് കേട്ടോ. ഫസ്റ്റ് കളർ റൂബി തന്നെ, ചുറ്റിനും വരുന്ന കളറ്. പിന്നെ ആ ഒരു സെന്ററിലെ ഡിസൈനിലെ ആ ഒരു സ്റ്റോണും റൂബി കളറാണ് കൊടുത്തേക്കുന്നത്. സെന്ററിലും ചുറ്റിനും റൂബിയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ അകത്തും സ്റ്റഡിന്റെ അകത്തും സെയിം. ഫസ്റ്റ് ഈ റൂബി സ്റ്റോണിലുള്ള ഐറ്റം കേട്ടോ. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിന്റെ കളർ ചേഞ്ചസും വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ നമ്പർ കറക്റ്റായിട്ട് നിങ്ങൾ നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് അയക്കണം. എല്ലാത്തിനും നമ്പർ ഈ സൈഡിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതാ വേണ്ടതെങ്കിൽ ഇതിനോട് ചേർന്നുള്ള ആ നമ്പർ ചേർത്തിട്ട് സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കാം. അപ്പൊ ഇതിന്റെ നമ്പർ 689, റേറ്റ് 1340 ആണ്. 1340. ഇതിന്റെ തന്നെ സെയിമിന്റെ തന്നെ കളർ ചേഞ്ച് ആണ്. അതായത് ഇത് വൈറ്റ് സ്റ്റോണിലാണ് ചെയ്തേക്കുന്നത്. പേളും ബാക്കിയെല്ലാം സെയിം ആണ്. 3 ലെയറിലുള്ള പേളിന്റെ ഡിസൈനും പിന്നെ വൈറ്റ് സ്റ്റോൺ ആണ് ഇതിൽ കൊടുത്തേക്കുന്നത്. പിന്നെ സെന്ററിൽ മാത്രം ചെറിയൊരു റൂബിയുടെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഒരു പീകോക്ക് ഡിസൈൻ ആട്ടോ. പീകോക്ക് എന്ന് പറയുന്നത് എപ്പോഴും ഭയങ്കര ഗ്രാൻഡ് ആയിട്ട്, അത് എനിക്ക് തോന്നുന്നു ഗോൾഡിലാണെങ്കിലും ഒത്തിരി വർഷങ്ങളായിട്ട് എപ്പോഴും വരാറുള്ള ഒരു ഡിസൈൻ ആണിത്. അപ്പൊ അതിന്റെ ആ ഒരു ഹൈലൈറ്റ് ചെയ്ത് നല്ല ഒരു ഗോൾഡിന്റെ മിക്സ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ആ ഒരു പേളും ഗോൾഡുടെ മിക്സ് ആയിട്ട്. അപ്പൊ ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് കൂടുതലും വൈറ്റ് സ്റ്റോൺസ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. ആ സെയിം തന്നെ സ്റ്റഡും വരും കേട്ടോ. സ്റ്റഡ് ഇങ്ങനെ കാണിക്കാം. ഇതാണ് സ്റ്റഡ് വരുന്നത്. ലോക്കറ്റിനോട് ചേരുന്ന തന്നെ സ്റ്റഡാണ്. ഫുൾ ഏകദേശം ഇതുപോലെ ഇരിക്കും. അപ്പൊ ഇതിന്റെ നമ്പർ ഡിഫറെന്റ് ആട്ടോ. എല്ലാത്തിനും വേറെ വേറെ നമ്പേഴ്സ് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് കറക്റ്റായിട്ട് ബാർകോഡ് ചേർത്തുള്ള ഫോട്ടോ അയക്കണം. നമ്പർ 697, റേറ്റ് 1340. ഇത് തന്നെ മൂന്നാമത്തെ ഷെയ്ഡ് ഇതാട്ടോ. ഇത് നമുക്ക് 2 കളറോടെ, മൾട്ടി കളർ എന്ന് പറയാം. 2 കളർ, റൂബി സ്റ്റോണും ഉണ്ട്, ഗ്രീൻ സ്റ്റോണോടെ മിക്സ് ആയിട്ടാണ് അതിന്റെ ഡിസൈൻ കൊടുത്തേക്കുന്നത്. ഇതിലും എല്ലാം ആ സെയിം തന്നെ രീതിയിൽ ഞാൻ പറഞ്ഞില്ലേ, യൂസ് ചെയ്ത് കഴിഞ്ഞ് കുറച്ചാൾ കഴിയുമ്പോൾ ഇതിനെ റിമൂവ് ചെയ്തിട്ട് ലോക്കറ്റ് തന്നെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പാകത്തിന് ഇത് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇതിനും അത്യാവശ്യം ലെങ്തും കാര്യങ്ങളും കിട്ടുന്ന കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഏകദേശം ലുക്ക്. ഇതൊക്കെ മെയിനായിട്ട് എല്ലാവരും മാല തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യാറ്. കൂടുതലും ഗോൾഡിലാണെങ്കിലും ആൾക്കാർ എടുക്കുന്നത് മാല തന്നെയായിട്ട് സെപ്പറേറ്റ് ആയിട്ടാണ്. അപ്പോൾ അതിനുള്ള മൂല്യം എന്തായാലും ഉണ്ട്, ആ ഒരു പ്രൈസിനുള്ള മൂല്യം ഇതിന് എന്തായാലും കിട്ടും. ഇതിനൊക്കെ ശരിക്കും നമ്മൾ പണിയിപ്പിച്ചൊക്കെ എടുക്കണമെങ്കിൽ ഒരുപാട് തുക വരും. കാരണം ഈ ഒരു 3 ലെയറിലൊക്കെ ഗോൾഡ് ചെയ്തെടുക്കാനായിട്ട് പണിക്കൂലി തന്നെ നല്ല തുകയാവും. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ മാറി മാറി ഇടാനൊക്കെ നിങ്ങൾക്ക് ഇത് ഭയങ്കരമായിട്ട് ഉപകാരപ്പെടും കേട്ടോ. അപ്പോൾ ഇതിലും ഇതുപോലെ തന്നെ പീകോക്ക് ഡിസൈൻ തന്നെ സ്റ്റോൺസ് കൊടുത്തിട്ടുള്ള സ്റ്റഡ് മുമ്പേ കാണിച്ച പോലെ തന്നെ ഞാൻ പറഞ്ഞത്. സ്റ്റഡ് കുറച്ച് വലുപ്പമുണ്ട്, പക്ഷേ ഇത് വലുപ്പമുള്ളത് യൂസ് ചെയ്യുന്നവരുണ്ട് കേട്ടോ. ശരിക്കും ഫംഗ്ഷൻ വെയർ അടക്കം യൂസ് ചെയ്യാൻ നല്ലതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സെറ്റായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ നമ്പർ വേറെ ആയിരിക്കും, നിങ്ങൾ ശ്രദ്ധിച്ച് വേണം ഫോട്ടോ അയക്കാനായിട്ട്. ഇതിൽ റൂബി ഉണ്ട്, ഗ്രീൻ സ്റ്റോൺ കൂടെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ നമ്പർ 6188, റേറ്റ് വരുന്നത് 1340.